കണ്ണൂരിൽ ദളിത് പെൺകുട്ടികൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച വിഷയത്തിൽ പോലീസ് നയം വ്യക്തമാക്കിയതോടെ ഇനി നിർണായകമാകുക പട്ടികജാതി കമ്മീഷന്റെ അന്വേഷണമായിരിക്കുമെന്ന് ഞങ്ങളുടെ കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രാഥമിക അന്വേഷണത്തിനായി നാളെ ജില്ലയിലെത്തുന്ന കമ്മീഷൻ ചെയർമാൻ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതോടൊപ്പം കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ റിപ്പോർട്ടുകളും കൈപ്പറ്റും. അതിനിടെ ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടിയുടെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. തലശ്ശേരിയിലെ ദളിത് യുവതികൾക്കെതിരെ കേസെടുത്തതിലും അറസ്റ്റ് രേഖപ്പെടുത്തിയതിലും പോലീസിനെതിരെ വലിയ ആരോപണമാണ് ഉയർന്നിരുന്നത്. ദളിത് യുവതികൾ എന്ന പരിഗണന പോലും നൽകാതെ സർക്കാർ നയം പോലീസ് നടപ്പാക്കിയെന്നാണ് ഉയർന്ന പ്രധാന ആരോപണം. എന്നാൽ സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നും നിയമാനുസൃതമായാണ് നടപടികൾ സ്വീകരിച്ചതെന്നുമാണ് SP DGPക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതോടെ ഇനി നിലനിൽക്കുന്ന പരാതി ജുഡീഷ്യറിക്കെതിരെയുള്ളതാണ്. ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടും മജിസ്ട്രേറ്റ് അത് കൈപ്പറ്റാതെ നിരാകരിച്ചതാണ് നിലവിലെ വിവാദം. മജിസ്ട്രേറ്റിന്റെ നടപടിയെ ദുരൂഹമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വിശേഷിപ്പിച്ചപ്പോൾ ഈ കാര്യത്തിൽ ഇനി വ്യക്തത വരുത്താൻ പട്ടികജാതി കമ്മീഷന് മാത്രമേ കഴിയൂ. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണത്തിനായി കമ്മീഷൻ ചെയർമാൻ നാളെ ജില്ലയിലെത്തും. കോടതിയിൽ ജാമ്യം കിട്ടുന്ന കേസിൽ പ്രാഥമിക ഘട്ടത്തിൽ യുവതികൾക്ക് എന്തുകൊണ്ട് ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ കമ്മീഷൻ വിശദീകരണം തേടും. അതിനിടെ ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടിക്കെതിരെ പോലീസ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തേക്കും. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതോടെ ആത്മഹത്യക്ക് പ്രേരണയായവർക്കെതിരെയും കേസെടുക്കാനാണ് സാധ്യത. DYFI നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ VP ദിവ്യയുടെ പരാമർശത്തിൽ മനംനൊന്ത് പെൺകുട്ടി ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്നതാണ് പരാതി. അതേസമയം തെളിവെടുപ്പിനായി ജില്ലയിലെത്തുന്ന പട്ടികജാതി കമ്മീഷൻ പെൺകുട്ടികളുടെ മൊഴിയും രേഖപ്പെടുത്തും. ഈ റിപ്പോർട്ടിനെ ആശ്രയിച്ചായിരിക്കും ഇനി കേസിന്റെ ഗതി നിർണയിക്കപ്പെടുക. വലിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായ സംഭവത്തിൽ ആർക്കെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ അതോ ഇത് ആസൂത്രിതമാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കണ്ണൂരിൽ നിന്നും K. ശശീന്ദ്രൻ, റിപ്പോർട്ടർ.